കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക, അതിന് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുത്തെടുക്കുക. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വഴക്കിയെടുക്കുക. ഇനി 5 നാരങ്ങ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ചേർക്കേണ്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം കായപ്പൊടിയും. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതായത് കംപ്ലീറ്റ് നാരങ്ങയിൽ ഈ പൊടിയെല്ലാം നന്നായിട്ട് ചേർന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ചെറിയ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ലാസ്റ്റ് ഒരു ചെറിയ സ്പൂണിൽ വിനീഗർ എടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നാരങ്ങാച്ചാർ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് അച്ചാറുണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.